2026 അമേരിക്കൻ നികുതി സമർപ്പണ കാലയളവ് അടുക്കുകയാണ്. ഈ സമയത്ത് നികുതി നൽകേണ്ടവർ പുതിയ നികുതി നിയമങ്ങളെക്കുറിച്ചും വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരം വരുന്ന നികുതി ലാഭിക്കാനുള്ള പുതിയ നിയമങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 2026 ഫെബ്രുവരി 26 മുതൽ നികുതി സമർപ്പിക്കാൻ തുടങ്ങാം. 2025 നികുതി റിട്ടേണുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഏപ്രിൽ 15 ഈ തീയതിക്കുള്ളിൽ നികുതി അടയ്ക്കുകയും വേണം. IRS ഇൻഡിവിജ്വൽ ഓൺലൈൻ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങളുടെ നികുതി സംബന്ധമായ വിവരങ്ങൾ, അടച്ച തുക, നൽകാനുള്ള തുക, നികുതി രേഖകൾ എന്നിവയെല്ലാം എളുപ്പത്തിൽ അറിയാൻ സാധിക്കും. യോഗ്യതയുള്ളവർക്ക് IRS ഫ്രീ ഫയൽ പ്രോഗ്രാം വഴി ജനുവരി 9 മുതൽ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാം. നിങ്ങൾക്ക് സ്വയം നികുതി തയ്യാറാക്കാൻ അറിയാമെങ്കിൽ ജനുവരി 26 മുതൽ IRS ഫ്രീ ഫയൽ ഫില്ലബിൾ ഫോംസ് ഉപയോഗിക്കാം. ഇതിന് വരുമാന പരിധിയില്ല. എല്ലാവർക്കും നികുതി സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഏപ്രിൽ 15 തന്നെയാണ്. ഈ വർഷം ഏകദേശം 164 ദശലക്ഷം വ്യക്തിഗത വരുമാന നികുതി റിട്ടേണുകൾ ലഭിക്കുമെന്നാണ് IRS പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും ഓൺലൈനായിട്ടാണ് നികുതി സമർപ്പിക്കുന്നത്. നിങ്ങൾ ഓൺലൈനായി നികുതി സമർപ്പിച്ചാൽ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റീഫണ്ട് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. പേപ്പർ വഴി സമർപ്പിച്ചാൽ 4 ആഴ്ചയോളം എടുത്തേക്കാം. ഈ വർഷം മുതൽ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന നിയമത്തിലെ ചില പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഫെഡറൽ നികുതികളെയും ക്രെഡിറ്റുകളെയും കിഴിവുകളെയും ബാധിക്കാം. ഈ നിയമത്തിലെ ചില പ്രത്യേകതകൾ നിങ്ങളുടെ നികുതി ഭാരം കുറയ്ക്കാനും റീഫണ്ട് തുക വർദ്ധിപ്പിക്കാനും സഹായിച്ചേക്കാം. പുതിയ നികുതി നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ IRS വിവര സംവിധാനങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നികുതി സമർപ്പണ സമയത്ത് നികുതിദായകരുടെ റിട്ടേണുകൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കും. 2026 നികുതി സമർപ്പണത്തിൽ എന്തൊക്കെയാണ് പുതിയത് എന്ന് നോക്കാം. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമപ്രകാരം 2025 മുതൽ 2028 വരെയുള്ള നികുതി വർഷങ്ങളിൽ ടിപ്സ് ലഭിക്കുന്ന തൊഴിലാളികൾക്ക് പുതിയ കിഴിവുകൾക്ക് അർഹതയുണ്ടായേക്കാം. ടിപ്സ് ലഭിക്കുന്ന തൊഴിലാളികൾക്ക് പരമാവധി പ്രതിവർഷം $25,000 വരെ കിഴിവ് ലഭിക്കും. എന്നാൽ $150,000 കൂടുതൽ വരുമാനമുള്ളവരുടെ കാര്യത്തിൽ ഈ കിഴിവ് ഘട്ടം ഘട്ടമായി കുറയും. അതുപോലെ 2025 മുതൽ 2028 വരെയുള്ള നികുതി വർഷങ്ങളിൽ ഓവർ ടൈം ശമ്പളം ലഭിക്കുന്നവർക്ക് അവരുടെ സാധാരണ ശമ്പള നിരക്കിന് മുകളിലുള്ള തുക കിഴിവായി ക്ലെയിം ചെയ്യാം. ഇതിന് പരമാവധി പ്രതിവർഷം $12,500 വരെ കിഴിവ് ലഭിക്കും. $150,000 കൂടുതൽ വരുമാനമുള്ളവരുടെ കാര്യത്തിൽ ഈ കിഴിവ് ഘട്ടം ഘട്ടമായി കുറയും. പുതിയ ഷെഡ്യൂൾ 1A ഉപയോഗിച്ച് നികുതിദായകർക്ക് അടുത്തിടെ കൊണ്ടുവന്ന പുതിയ കിഴിവുകൾ ക്ലെയിം ചെയ്യാം. ഉദാഹരണത്തിന് ടിപ്സ് നികുതിയില്ല, ഓവർ ടൈം ശമ്പളത്തിന് നികുതിയില്ല, കാർ ലോൺ പലിശയ്ക്ക് നികുതിയില്ല. കൂടാതെ മുതിർന്ന പൗരന്മാർക്കുള്ള മെച്ചപ്പെടുത്തിയ കിഴിവുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. അമേരിക്കൻ കുട്ടികൾക്കായി ട്രംപ് ഭരണകൂടം ഒരു പുതിയ സമ്പാദ്യ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെ ട്രംപ് അക്കൗണ്ടുകൾ എന്നാണ് വിളിക്കുന്നത്. മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ മറ്റ് അംഗീകൃത വ്യക്തികൾക്കോ അവരുടെ കുട്ടികൾക്കായി ഒരു പുതിയ തരം വ്യക്തിഗത വിരമിക്കൽ അക്കൗണ്ട് ആരംഭിക്കാം. നിങ്ങളുടെ 2025 നികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ഈ അക്കൗണ്ടുകൾക്കായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ 2026 വേനൽക്കാലത്തോടെ തയ്യാറാകുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ വഴിയും ഇത് ചെയ്യാം. ഈ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കാൻ 2026 ജൂലൈ 4 മുതൽ സാധിക്കും. ട്രംപ് അക്കൗണ്ട് പ്രോഗ്രാം 2026 ജൂലൈ 5 ഔദ്യോഗികമായി ആരംഭിക്കും. നിങ്ങളുടെ നികുതി റീഫണ്ട് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കാൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ IRS നികുതിദായകരെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം പേപ്പർ ചെക്കുകൾ വഴിയുള്ള നികുതി റീഫണ്ട് നൽകുന്നത് നിർത്തലാക്കുകയാണ് IRS. ചില നികുതിദായകർക്ക് ഫോം 1099K, 1099DA എന്നിവ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചേക്കാം. ഫോം 1099K പേയ്മെൻറ്റ് കാർഡ് ആൻഡ് തേർഡ് പാർട്ടി നെറ്റ്വർക്ക് ട്രാൻസാക്ഷൻസ് എന്നത് ക്രെഡിറ്റ് കാർഡുകൾ, പേയ്മെൻറ്റ് ആപ്പുകൾ, ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകൾ എന്നിവ വഴി ലഭിച്ച പണത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഫോം 1099DA ഡിജിറ്റൽ അസറ്റ്സ് എന്നത് ബ്രോക്കർ ഇടപാടുകൾ വഴിയുള്ള ഡിജിറ്റൽ ആസ്തികളുടെ വരുമാനം റിപ്പോർട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഈ ഫോമുകൾ ലഭിച്ചില്ലെങ്കിൽ പോലും നികുതി നൽകേണ്ട വരുമാനമെല്ലാം നിങ്ങളുടെ ഫെഡറൽ നികുതി റിട്ടേണുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. നികുതി പ്രൊഫഷണലിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് IRS നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കണം. വിശ്വസനീയമായ ഒരാളെ എങ്ങനെ തിരഞ്ഞെടുക്കാം, അനീതി കാണിക്കുന്നവരെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചുള്ള നുറുങ്ങുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സൈനിക അംഗങ്ങൾക്കും ചില വെറ്ററന്മാർക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പ്രോഗ്രാമായ മാൽടാക്സ് ഉപയോഗിച്ച് സൗജന്യമായി നികുതി റിട്ടേണുകൾ തയ്യാറാക്കാനും ഫയൽ ചെയ്യാനും സാധിക്കും. കൂടാതെ വളണ്ടിയർ ഇൻകം ടാക്സ് അസിസ്റ്റൻസും ടാക്സ് കൗൺസിലിംഗ് ഫോർ ദി എൽഡർലിയും യോഗ്യരായ വ്യക്തികൾക്ക് സൗജന്യമായി അടിസ്ഥാന നികുതി തയ്യാറാക്കൽ സേവനങ്ങൾ നൽകുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.